ജ്യൂസ് കുടിക്കണമെന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ അവിടെ നിർത്തണമെന്നുള്ള ആഗ്രഹം, താല്പര്യം ആരുടേതായിരുന്നു? ബാലുചേട്ടൻ അതിനുശേഷം മയങ്ങി എന്ന് പറയുന്നതിനുമായുള്ള ബന്ധം എന്താണ്? ദുരൂഹതകൾ പുറത്തു വരുന്നത്. ആ പ്രൊപ്പോസൽ ഫോമിൽ ബാലുചേട്ടൻ 7 ഒപ്പിട്ടിട്ടുണ്ട്. ആ 7 ഒപ്പും 7 വിധമാണ്. നമസ്കാരം. കേരളത്തിൽ കത്തിപ്പടരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ബാലഭാസ്കറിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാലുവിൻ്റെ സഹോദരി പ്രിയ വേണുഗോപാൽ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നമുക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഈ അപകടം നടക്കുന്ന വെളുപ്പിനെ 3 മണിക്ക് ജ്യൂസ് ആര് കൊടുത്തു, ആ ജ്യൂസ് കഴിച്ചതിന് ശേഷം ഉണ്ടായ മയക്കം, അത് ഈ ജ്യൂസ് കഴിച്ചതിൻ്റെ മയക്കമാണോ, കൊടുത്തതിൽ എന്തെങ്കിലും മയക്കുമരുന്ന് അല്ലെങ്കിൽ മയക്കുന്ന എന്തെങ്കിലും ലഹരി അതിനകത്തിൽ അടങ്ങിയിട്ടുണ്ടോ? അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ്, ഈ അപകടം നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്കോ അല്ലെങ്കിൽ റീസെൻറ്റ് ടൈമിലുള്ള ഒരു പോളിസി, അദ്ദേഹം തിരുവനന്തപുരത്തുള്ള ബാലു പുനലൂർ ഉള്ള ഒരു LIC ഓഫീസിൽ നിന്ന് 40 ലക്ഷത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരറിയാത്ത, ലക്ഷ്മിക്ക് പോലും അറിയാത്ത ഒരു പോളിസി എടുത്തു എന്ന് പറയുന്നു. അതിനകത്തിലെ ദുരൂഹതകൾ, അതിനകത്തിലെ ഏറ്റവും വലിയ ദുരൂഹത എന്ന് പറയുന്നത്, ഈ പോളിസിയിൽ നോമിനി ലക്ഷ്മി ആണെങ്കിൽ പോലും ഇതിനകത്തിൽ റഫറൻസ് കൊടുത്തിരിക്കുന്ന ഈ വിഷ്ണു എന്ന ആളിൻ്റെ ഇമെയിൽ ID നമ്പരുമാണ്. അതുപോലെ തന്നെ LICയിൽ നമുക്കറിയാം ഡയറക്റ്റ് ആ പാർട്ടിയോട് ചെക്ക് ചെയ്യാനാണ്, പക്ഷേ അത് ഒരു തേർഡ് പാർട്ടി ചെക്കാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്തു? ഇതിൻ്റെ പ്രീ പ്ലാൻഡ് ആണോ ഈ ബാലുവിൻ്റെ ഈ അപകടം എന്നുള്ളത് ഒരു റീഅപ്പൺ ചെയ്യേണ്ട ഒരു കേസാണ്. അത് പ്രിയ പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഈ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് ബാലുചേട്ടൻ്റെ, അതായത് യാത്രയുടെ സമയത്തും ഒക്കെയായി വിഷ്ണു ദുബായിലാണ്. 21, 22 മുതൽ 27 തീയതി വരെ വിഷ്ണു ദുബായിൽ തന്നെയാണ്. ആകാശ് ഷാജിയോടൊപ്പമാണ് ദുബായിലുള്ളത്. ഈ ആകാശ് ഷാജി എന്ന് പറയുന്ന ആള്, അതായത് ഒരു കാരിയറാണ്. അതായത് വിവിധ കേസുകളിൽ പ്രകാശൻ തമ്പിയുടെ ഒക്കെ ബന്ധപ്പെട്ട് ഈ ആകാശ് ഷാജിയുടെ പേര് വന്നിട്ടുള്ള ഒരു ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട് കടത്തുന്ന സംഘത്തിലെ ഒരാളാണ് ഈ ആകാശ് ഷാജി. ബാലുചേട്ടൻ രാവിലെ വെളുപ്പിനെ ഒരു 3 മണി വരെ, ഈ ആക്സിഡന്റ് നടന്ന ആ വെളുപ്പിന് 25-ാം തീയതി വെളുപ്പിന് 3 മണി വരെ ഓൺലൈൻ ആയിരുന്നു, ചാറ്റ് ചെയ്തിരുന്നു എന്ന് വിഷ്ണു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്ന മറ്റു മൊഴികൾ പ്രകാരം ജ്യൂസ് കുടിച്ചതിന് ശേഷം ബാലുചേട്ടൻ മയങ്ങി, ഉറങ്ങണമെന്ന് പറഞ്ഞു. അത് ആരെങ്കിലും ആഗ്രഹിച്ചുള്ള മയക്കമായിരുന്നോ, ബാലുചേട്ടൻ തന്നെ ചൂസ് ചെയ്ത മയക്കമാണോ എന്നുള്ളത് സംശയമാണ്. കാരണം വെളുപ്പിനെ എണീറ്റ് ജിമ്മിൽ പോകണം, വന്നിട്ട് തിരുവനന്തപുരത്ത് എത്തിയിട്ട് വെളുപ്പിനെ തന്നെ ജിമ്മിൽ പോകണം എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ റെസ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്തിനാണ് ജ്യൂസ് കുടിച്ചത് എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഈ ജ്യൂസ് കുടിക്കണമെന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ അവിടെ നിർത്തണമെന്നുള്ള ആഗ്രഹം, താല്പര്യം ആരുടേതായിരുന്നു? ബാലുചേട്ടൻ അതിനുശേഷം മയങ്ങി എന്ന് പറയുന്നതിനുമായുള്ള ബന്ധം എന്താണ്? അതായത് ഈ പ്രകാശൻ തമ്പി എന്ന് പറയുന്ന ആളിൻ്റെ കൂട്ടാളികളാണ്, അല്ലെങ്കിൽ കൂടെയുള്ള ആളാണ് ഈ വിഷ്ണു, ഈ ആകാശ് എന്ന് പറയുന്ന ആളുമൊക്കെ. ഇവർ 3 മണി വരെ വെളുപ്പിനെ ഓൺലൈനിൽ ഇവരുമായിട്ട് ബന്ധപ്പെടുകയും ഈ ജ്യൂസ് കൊടുക്കാൻ നിർദ്ദേശം കൊടുത്തതാണോ, ആ ജ്യൂസിൽ എന്തെങ്കിലും മയങ്ങുന്ന ലഹരിയോ മറ്റോ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്, ആ കാര്യം ഈ പല ഇതിലും കേട്ടാണ് നമ്മൾ വെളുപ്പിനെ അദ്ദേഹം ജിമ്മിൽ പോകുന്ന ഒരു ബോഡി ബിൽഡർ ആയിരുന്നു അദ്ദേഹം. മറ്റൊരു കാര്യം, ഈ 25-ാം തീയതി ആക്സിഡൻറ്റ് നടക്കുന്നതിൻ്റെ അടുത്ത ദിവസം 26-ാം തീയതി ഒരു PTI ഒരു ഫേസ്ബുക്ക് പേജിൽ, അതായത് ദുബായ് ബേസ്ഡ് ഒരു ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റ്, വളരെ പ്ലാൻഡായിട്ട് ഈ ആക്സിഡൻറ്റ് നടക്കുമെന്നും ഇതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തയ്യാറാക്കിയ ഒരു പോസ്റ്റ് ഇന്ന് ഈ ബാലുവിൻ്റെ വീട്ടുകാർക്ക് ആ പോസ്റ്റും അത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകളും ഒരു സംശയം നൽകിയിട്ടുണ്ട്. വകുപ്പുണ്ട്. കൃത്യം ഈ സംഭവം നടക്കുന്ന ആ സമയത്ത് വിഷ്ണു ഇവിടെ ഇല്ല. വിഷ്ണു ഈ പരിസരത്തെങ്ങുമില്ല, ദുബായിലാണ്. മറ്റൊരു കാര്യത്തിൽ
PT ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്ന് 26-ാം തീയതി ആക്സിഡൻറ്റ് നടന്ന് തൊട്ടടുത്ത ദിവസം ബാലുചേട്ടന് വളരെ എന്താ പറയുക ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള ഒരു ഒബിച്വറി പോസ്റ്റ് വന്നിരുന്നു. ബാലുവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് ബാലുചേട്ടൻ എന്ന കലാകാരനെ ഒരുപാട് പുകഴ്ത്തിക്കൊണ്ട് ആ നഷ്ടത്തെ ഒക്കെ പറ്റി പറഞ്ഞുകൊണ്ട് 26-ാം തീയതി ഒരു പോസ്റ്റ് കണ്ടിരുന്നു. ആ പോസ്റ്റിൽ താഴെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ബാലുചേട്ടൻ്റെ സുഹൃത്തുക്കളും ഒക്കെ കമൻറ്റ് ചെയ്തതായും അറിയാം. ആ പോസ്റ്റിന് ആധാരം എന്താണ് എന്ന് ആർക്കും അറിയില്ല. ഇത് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ പേജാണ്. ഇത് തയ്യാറാക്കി വെച്ചിരുന്നത് അറിയാതെ 26-ാം തീയതി പോസ്റ്റായി പോയതാണ്. കാരണം ഇവര് സംശയിക്കുന്ന ഒരു കാര്യം അതാണ്. ഇത് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്ന ഒരു പോസ്റ്റ് 26-ാം തീയതി ഫേസ്ബുക്കിലേക്ക് വരികയും ആയിരുന്നു. അപ്പോൾ ഇത് ഒരു പ്ലാൻഡ് ആക്സിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇതിലേക്ക് നയിച്ച ഒരു കാര്യമാണോ എന്നുള്ളത് ബലമായ ന്യായമായ ഒരു സംശയം ഇവർക്കുണ്ട്. പക്ഷേ CBI ഒന്നും ഇതിനെ ഈ ഭാഗങ്ങളൊന്നും തന്നെ വളരെ ഇതായിട്ട് അന്വേഷിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ വേറൊരു വശം. ബാലഭാസ്കർ 25-ാം തീയതി മരിച്ചില്ല എന്നുള്ളത് ലോകത്തിനറിയാം. അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആണ്, സീരിയസ് ആണ് എന്നത് അപ്ഡേറ്റ് ആയിട്ട് 25-ാം തീയതി രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്നുണ്ട്. 26-ാം തീയതി തീർച്ചയായും അത് കേട്ടിട്ടുണ്ടാകാം. അപ്പോൾ ഗൾഫിൽ നിന്ന് കൃത്യമായി ദുബായിൽ വിഷ്ണുവും ആകാശാജിയും ഒക്കെയുള്ള ദുബായിൽ നിന്ന് ഇങ്ങനെയൊരു പോസ്റ്റ് വന്നതിൻ്റെ ആധാരം എന്താണ് എന്നുള്ളത് അറിയില്ല. അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ക്രൈംബ്രാഞ്ചിനോടും ആവശ്യപ്പെട്ടിരുന്നു, CBIയോടും ആവശ്യപ്പെട്ടിരുന്നു. ആ വഴിക്കൊന്നും ആരും പോയിട്ടില്ല. ഈ പ്രകാശൻ തമ്പിയെ പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതിൻ്റെ വിശദമായ ഒരു അന്വേഷണത്തിൽ അങ്ങനൊരു ടെസ്റ്റ് നടത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തിൽ ഈ അന്വേഷണത്തിൽ തന്നെ അടിമുടി ഇപ്പോൾ സംശയം പലതുമുണ്ട്. നമുക്കറിയാം ആ സമയത്ത് CBI തന്നെ നൽകിയ വാർത്തയായി നമ്മൾ അറിഞ്ഞിരുന്നു. സോബി ജോർജ് കള്ളം പറഞ്ഞു, നുണപരിശോധനയിൽ ഫെയിലിയറായി. എനിക്ക് കമൻറ്റുകൾ വരുന്നതിലും പലതും അത് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ കാര്യമൊന്നും ആരും എങ്ങും പറഞ്ഞു കണ്ടില്ല. സോബി ജോർജിൻ്റെ മേൽ പോളിഗ്രാഫ് ടെസ്റ്റ് നടത്താൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നത് റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. നേരെ മറിച്ച് വിഷ്ണുവിൻ്റെ കേസിൽ പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തി ഒരു ചോദ്യം ചോദിച്ചതിൽ വിഷ്ണു പറഞ്ഞത് കള്ളമാണെന്ന് കണ്ടെത്തി. ഇനി ആ ചോദ്യത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. വിഷ്ണുവിനോട് ചോദിച്ചത് 4 ചോദ്യങ്ങളാണ്. യെസ് ഓർ നോ ആൻസറാണ് കേട്ടോ കൊടുക്കേണ്ടത്. ആർ യു ഇൻവോൾവ് ഇൻ ബാലഭാസ്കർ ഇൻ എനി വേ? ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ബാലഭാസ്കറിൻ്റെ കേസ് എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ബാലഭാസ്കറുമായി ബന്ധപ്പെട്ട് എന്നുള്ളതായിരിക്കാം. നോ എന്ന ആൻസർ. ഡിഡ് യു പ്ലാൻ ദിസ് ആക്സിഡൻറ്റ്? നോ എന്ന ഉത്തരം. ഡിഡ് ബാലഭാസ്കർ നോ യു പീപ്പിൾ വെയർ ഡൂയിങ് ഗോൾഡ് സ്മഗ്ലിംഗ്? 3-ാമത്തെ ചോദ്യമാണ്. നോ എന്ന ഉത്തരം. അതായത് ബാലഭാസ്കറിന് ഈ അപകടവുമായിട്ട് ബന്ധം വിഷ്ണുവിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ചോദ്യത്തിലാണ് നോ എന്ന് പറഞ്ഞത്. രണ്ടാമത് ഈ അപകടത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നോ എന്ന് പറഞ്ഞു. മൂന്നാമത് ഉള്ള ചോദ്യം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബാലഭാസ്കറിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചതപ്പം നോ എന്ന് വളരെ വ്യക്തമായി വിഷ്ണു അവിടെ മറുപടി പറഞ്ഞതായിട്ടാണ് ഈ കോടതിയിൽ നിന്നുള്ള ഒരു ഇതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഡിഡ് ബാലഭാസ്കർ ഗിവ് യു 50 lakh rupees for gold smuggling? നോ എന്ന് ഉത്തരം. 50 ലക്ഷം സ്വർണ്ണക്കടത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനും നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്നെല്ലാം ഈ ബാലഭാസ്കർ എന്ന സെലിബ്രിറ്റിയെ വെച്ചുകൊണ്ട് ഒരു സ്വർണ്ണക്കടത്ത് സംഘം ആസൂത്രിതമായി കുറച്ച് വർഷങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. പ്രകാശൻ തമ്പിയുടെ 6 ദുബായ് ട്രിപ്പിലെ 10 കിലോ സ്വർണം വെച്ച് ഓരോ ട്രിപ്പിലും കൊണ്ടുവന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനൊരു കേസ് വന്നിട്ടുണ്ട്. അത് ന്യൂസിലൊക്കെ വന്ന ഒരു കാര്യമാണ്. ഈ പ്രകാശ് തമ്പി പറഞ്ഞിരിക്കുന്ന ബാലഭാസ്കറിൻ്റെ അച്ഛനുമായുള്ള ബന്ധം മാത്രമേ ഉള്ളൂ, വീട്ടുകാരുമായിട്ട് വലിയ അടുപ്പമില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ബാലഭാസ്കറിന് ഈ മരിക്കുന്നതിൻ്റെ അവസാന കുറേ മാസങ്ങളായിട്ട് ഇവർ ഈ കൂടെ നിൽക്കുന്ന ആളുകൾ ചതിയന്മാരാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കുടുംബാംഗങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനോടും മറ്റ് അംഗങ്ങളോടും. ഇനിയും ഈ മ്യൂസിക്കൽ ഷോസ് എല്ലാം അവസാനിപ്പിച്ച് അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, മ്യൂസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനുള്ള പ്ലാനിലേക്ക് പോവുകയും ഒക്കെയായിരുന്നു. പക്ഷേ ഈ കുടുംബമായിട്ടുള്ള ബന്ധം പ്രകാശൻ തമ്പിക്ക് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന കാര്യമാണ്
പ്രിയ ഇപ്പോൾ പറയുന്നത്? കൃത്യമായി അറിയാം, ബാലുചേട്ടൻ ലാസ്റ്റ് മീര ചേച്ചിയെയും കൊണ്ട് SK ഹോസ്പിറ്റലിൽ നിന്ന് സഞ്ജീവനി ക്ലിനിക്കിലേക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊണ്ടുപോയത്. ഇതൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ തമ്പിയാണ്. ആ ലാസ്റ്റ് ഇവരോട് മീര ചേച്ചിയോടൊക്കെ പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ബാലുചേട്ടൻ തമ്പിയോട് പറയുന്നുണ്ട്, ഇനി അച്ഛനെ കൊണ്ടൊന്നും ചെയ്യിക്കരുത്, ഇവിടെ ഇപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ ഞാൻ ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ബില്ല് സെറ്റിൽ ചെയ്യുന്നതും ഒക്കെ തമ്പി തന്നെ ചെയ്തോണം. കാരണം ഇനി ചേച്ചിയുടെ കാര്യങ്ങൾ ഞാനാണ് നോക്കാൻ പോകുന്നത്, അച്ഛൻ്റെ അമ്മയുടെയും ഇനിയുള്ള ഇത് ശരിയാവില്ല. കാരണം ഇത്രയും നാളിങ്ങനെ തിരിച്ചു മറിച്ചും ഇതിലേക്ക് തന്നെ നമ്മൾ വീണുകൊണ്ടിരുന്നു. ഇനി നമുക്കത് പറ്റില്ല, ഞാൻ തീരുമാനമെടുത്ത് ചെയ്യാൻ പോവുകയാണ്. സോ ജസ്റ്റ് ലീവ് ഇറ്റ് ടു മീ, ആൻഡ് ഞാനിവിടെ ഇല്ലാത്തപ്പോൾ അത് തമ്പി ചെയ്തോണം എന്ന് പറഞ്ഞ് തമ്പിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാണ് ബാലുചേട്ടൻ പോകുന്നത്. തമ്പിയാണ് മീര ചേച്ചിയും അമ്മയും അച്ഛനെയും ഒക്കെ ഉൾപ്പെടെ പല കാര്യങ്ങൾക്കും വീട്ടിൽ കൊണ്ടുപോയതും അത് കഴിഞ്ഞ് ഈ മീര ചേച്ചിയെ ഹോസ്പിറ്റലിൽ നിന്ന് ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നിട്ടാണ് തമ്പി പറഞ്ഞത്, ബാലഭാസ്കറിന് കുടുംബവുമായിട്ട് ബന്ധമില്ല, അച്ഛനുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ, മറ്റാരുമായിട്ട് ബന്ധമില്ല, സഹകരണമില്ല എന്നുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു LIC പോളിസി 40 ലക്ഷത്തിൻ്റെ, അതായത് ലക്ഷ്മി പോലും അറിയാതെയാണ് എടുത്തതെന്ന് പറയുന്നു ഒരു പോളിസി. എല്ലാ കാര്യങ്ങളും സാമ്പത്തിക ഇടപാടുകളും ബാലുവിൻ്റെ അച്ഛനുമായി ബാലു പങ്കുവച്ചിരുന്നു. ബാലുവിൻ്റെ കുടുംബവുമായി നിന്നിരുന്ന ചില അകൽച്ചകളൊക്കെ മാറ്റിക്കൊണ്ട് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കുടുംബത്തിൻ്റെ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നത് ഈ അണികളിൽ ചിലർക്കെങ്കിലും ചില നീരസം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു പ്ലാൻ ചെയ്ത ഒരു LIC ഒരു 40 ലക്ഷത്തിൻ്റെ, അതിൻ്റെ ആദ്യ ഗഡുവിന് 3 ലക്ഷത്തി സംതിങ് അടച്ചത്. അത് ഈ ഫെബ്രുവരി മാസം അപകടം നടന്ന മാസം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആൾ പുനലൂർ വന്നിട്ടാണ് എടുത്തിരിക്കുന്നത്. വിഷ്ണു ആണ് ഇതിനകത്ത് റെഫറൻസ് നമ്പരും ഇമെയിൽ ID ഒക്കെ കൊടുത്തേക്കുന്നത് വിഷ്ണുവാണ്. അതിനകത്തിൽ ബാലു ഒപ്പിട്ട 7 ഒപ്പുകൾ 7ഉം അവർ നോക്കുമ്പോൾ, വീട്ടുകാർ നോക്കുമ്പോൾ 7 രീതിയിലുള്ള ഒപ്പുകളാണെന്നാണ് സംശയം. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു അപകടം ഒരു മരണമാണോ എന്ന് ഞാൻ പറയാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഭാഗം ഇനിയാണ്. ഫെബ്രുവരി 17-ാം തീയതി 2018 ഫെബ്രുവരി 17-ാം തീയതി ബാലഭാസ്കറിൻ്റെ പേരിൽ പുനലൂർ ബ്രാഞ്ചിൽ LIC ഓഫീസിൽ ഒരു LIC പോളിസി എടുക്കപ്പെട്ടു. 40 ലക്ഷത്തിൻ്റെ പോളിസിയാണ്. ആ പോളിസി എന്ന് പറയുന്നത് 40 ലക്ഷം ആദ്യത്തെ പ്രീമിയമായ 3,28,000 രൂപ, അങ്ങനെ ഒരു സംതിങ് അടയ്ക്കേണ്ടതുണ്ട്. ആ ഒരൊറ്റ പ്രീമിയം അടയ്ക്കുക, അതേ ഉള്ളൂ. ആ പോളിസി എടുത്തിരിക്കുന്നതിനെ പറ്റി ബാലുചേട്ടൻ്റെ അച്ഛന് യാതൊരു വിവരവുമില്ല. ഒന്ന് ഓർക്കണം, എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പൈസ ചെലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ബാലുചേട്ടൻ കൃത്യമായി അച്ഛനെ അപ്ഡേറ്റ് ചെയ്തിരുന്ന ഒരാളാണ്. ഈ ഒരു വലിയ പോളിസി എടുക്കുന്നതിൻ്റെ കാര്യം, അതും മകൾ ജനിച്ചതിന് ശേഷം, നമുക്ക് എത്ര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് ആലോചിച്ച് നോക്കും. ആ സമയത്ത് ഒരു ഇങ്ങനെ ഒരു പോളിസി എടുത്തു വെക്കുക, അതും ഫെബ്രുവരി മാസം. ബാലുചേട്ടൻ 16-ാം തീയതി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നതിൻ്റെ കാര്യം ലൈവ് പോകുന്നു, 17-ാം തീയതി ഇങ്ങനൊരു പോളിസി എടുക്കുന്നു. ഞങ്ങൾ ഈ പോളിസിയെ പറ്റി അറിഞ്ഞതിന് ശേഷം ക്രൈംബ്രാഞ്ചിനോട് പറയുന്നു, ബാലുചേട്ടൻ്റെ പോളിസികളെല്ലാം നോമിനിക്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, ഇങ്ങനൊരു പോളിസി ഇല്ല എന്ന് ക്രൈംബ്രാഞ്ച് ആദ്യം പറയുന്നു. ഞങ്ങൾ പിന്നീട് RTIയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുമ്പോഴും ഒന്നും ഞങ്ങൾക്ക് ഒരു നിർവാഹവുമില്ല. പിന്നീട് LIC ഓഫീസിൽ പോയി കൃത്യമായി അച്ഛൻ്റെയും അമ്മയുടെയും ലെറ്റർ കൊടുത്ത് അങ്ങനെ അവസാനം നമുക്ക് അതിൻ്റെ ഒരു പ്രൊപ്പോസൽ ഫോമിൻ്റെ ഒരു കോപ്പി കിട്ടിയതിന് ശേഷമാണ് ഇതിലെ കൂടുതൽ ദുരൂഹതകൾ പുറത്തു വരുന്നത്. ആ പ്രൊപ്പോസൽ ഫോമിൽ ബാലുചേട്ടൻ 7 ഒപ്പിട്ടിട്ടുണ്ട്. ആ 7 ഒപ്പും 7 വിധമാണ്. അതിന് ബാലുചേട്ടൻ്റെ യഥാർത്ഥ ഒപ്പുമായി യാതൊരു ബന്ധവുമില്ല. ചെറിയൊരു സാമ്യം എവിടെയെങ്കിലും പറയാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആ മെയിൻ ലെറ്റർ പോലും, സിഗ്നേച്ചറിൻ്റെ മെയിൻ ലെറ്റർ പോലും വ്യത്യസ്തമായാണ് 7 സ്ഥലത്തും, 6 7 അത്രയും സ്ഥലത്തും ഇട്ടിരിക്കുന്നത്. അതിലെ ഫോൺ നമ്പറും കോൺടാക്ട് നമ്പറും ഇമെയിൽ IDയും കൊടുത്തിരിക്കുന്നത് വിഷ്ണുവിൻ്റേതാണ്, ബാലുചേട്ടൻ്റേതല്ല. ഇതെല്ലാമാണ് പ്രിയ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ. എന്തായാലും ഒരു തുടർ അന്വേഷണം ഇതിന് അനിവാര്യമാണെന്നാണ് മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു ഇത്രയും ദുരൂഹത നിറഞ്ഞ ഒരു കേസായിട്ട് പോലും CBI ഏറ്റെടുത്തിട്ട് പോലും ഇതിനകത്തിൽ പല ഭാഗങ്ങളും വീട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങൾ പോലും അന്വേഷണത്തിൽ പരിധിയിൽ അവർ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് വീട്ടുകാരുടെ പരാതി. എന്തായാലും ശരി,
ഇനിയും ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഒരു നീതി ലഭിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.